ഹോളി ആയതുകൊണ്ട് വെള്ളിയാഴ്ച ഓഫീസ് അവധിയാണ്. തിങ്കളാഴ്ച ലീവ് എടുത്താൽ മൊത്തം 4 ദിവസം അടുപ്പിച്ച് കിട്ടും. എങ്ങോട്ട് പോവും? കശ്മീരായിരുന്നു മനസ്സിലെങ്കിലും അത് ഇത്ര എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഞങ്ങൾ അതങ്ങ് മാറ്റിപ്പിടിച്ചു. അപ്പോഴാണ് പ്രിയങ്കയുടെ മുഖം മനസ്സിലേക്ക് വന്നത്. കൂടെ ഉദയ്പൂർ. ആരവാ, സെറ്റ്. ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് വ്യാഴാഴ്ച ഹാഫ് ഡേ എടുത്ത് നേരെ ഒരു പോക്ക് ഹോളി ആഘോഷിക്കാൻ ഉദയ്പൂരിലേക്ക്. വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് സാവൻ. അങ്ങനെ രാവിലെ ഞങ്ങൾ ഉദയ്പൂർ എത്തി. അഡ്രസ് ഉള്ളതുകൊണ്ട് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. പക്ഷേ സർപ്രൈസ് അല്ലേ, വഴിയായിട്ടാലും വിളിച്ചു വയ്ക്കാൻ പറ്റില്ലല്ലോ. കയ്യിലുള്ള അഡ്രസ്സിൽ എത്തിയപ്പോഴാണെങ്കിലോ അതിലും വലിയ കോമഡി. ഏകദേശം ആ പരിസര പ്രദേശങ്ങളിലുള്ള എല്ലാ ബിൽഡിങ്ങുകൾക്കും ഒരേ പേരാണ്. പ്രിയങ്കയാണെങ്കിൽ അവർക്ക് ആർക്കൂട്ട് അറിയയില്ല. അവസാനം അടുത്തണ്ട് ഒരു കടയിൽ നിന്ന് ഒരു പാക്കറ്റ് കളറും വാങ്ങി ഞങ്ങൾ നടപ്പ് തുടർന്നു. ഞങ്ങളാണിങ്ങനെ ഓരോ വീട് 30 നോക്കി പോവുക. അപ്പോൾ കറക്റ്റായിട്ട് പേരും നാളൊന്നും ഇല്ലാത്തൊരു വീട്. പക്ഷേ നോക്കിയപ്പോൾ ഇന്നലെ പ്രിയങ്ക സ്റ്റാറ്റസിൽ ഇട്ടിരുന്ന അമ്മ ഒരു ഊഞ്ഞാലിലിരിക്കുന്ന ഫോട്ടോ ഉണ്ട്. അപ്പോൾ അതേ ഊഞ്ഞാലിൽ അതേ മരം അതേ ബാക്ക്ഗ്രൗണ്ടിലുള്ള വെള്ള ആക്റ്റീവ. അപ്പോൾ ഞങ്ങൾ ഇതാണെന്ന് അങ്ങ് ഉറപ്പിച്ച് കയറാം. പക്ഷേ കോളിംഗ് ബെല്ല് അടിച്ചിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ ഗേറ്റ് തുറന്നു പോയിട്ട് റൂമിലെ കോളിംഗ് ബെല്ലൊന്ന് അടിച്ചു നോക്കാം. അപ്പോൾ എല്ലാവരുടെ വീട്ടിലാണെങ്കിൽ പോയിട്ട് പ്രിയങ്ക അറിയുമോ എന്ന് വെച്ചിട്ട് വരാം. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. Happy Holi! Happy Holi, Swati! I'm so happy to see you here. Happy Holi! How it will be, when will we get a chance? Same used to be with me. Like I used to read about Onam and I used to see those snake boats. Like, and I was like, okay, when I'll grow up, I'll go there. And those coconut trees. Yeah. So when we came to Delhi, it was like for the first year, it was like really a surprise. In our society, we had this Dandiya nights and everything. So it was like really great. So it was like feeling Life has come up. something from the NCERT textbook has come to like life. That was I'm so nervous. This is the feather. I have been keeping it for Romer since 2 years. Like around, I wanted to give it to him in July or August 2022. Like no, we talked about it that I'll give it to him after Diwali. So I went home to my village in Farod, that is in Rajasthan, and Pihu is a peacock that usually visits our home and nearby neighborhood, and he sheds feathers in the season whenever their shedding season is there. So now he is in Udaipur to take it. It was meant to be given to you when I meet Swati. Correct. When I meet both of you as a couple. So, Maktum. എന്താ വഴക്ക് പറയുന്നില്ലേ? ഇതാണ് ഭാട്ടി. ഇതിൻ്റെ അകത്ത് അജ്വൈനും പിന്നെ നെയ്യും ഉപ്പും ഒക്കെ ഇട്ട് കുഴച്ച ഗോതമ്പിൻ്റെ ഉണ്ടകളായിട്ട് നമ്മൾ ഒരു പ്രത്യേക പാത്രമുണ്ട്, അതിലിങ്ങനെ ചുട്ടെടുക്കുന്നതാണത്. ഇത് എനിക്ക് തോന്നുന്നു ദാൽ ഫ്രൈ ആണെന്ന് തോന്നുന്നു. മറ്റേ നമ്മുടെ ചെറുപയർ പരിപ്പ് ഒക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു കറിയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു സ്വീറ്റ് ഉണ്ട്. പിന്നെ തൈരിൽ പുളിയും സവോളയൊക്കെ ഇട്ട് എന്തോ വറുത്തൊക്കെ ഇട്ട് എന്തോ ഒരു സനിപ്പ വരും. അതെന്തോ തൈര്, എനിക്ക് റായ്ത്ത അങ്ങനത്തെ എന്തോ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നല്ല നെയ്യിൻ്റെ മണം. അപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഈ ഇതിൻ്റെ മുകളിൽ ഭാട്ടിയുടെ മുകളിലേക്ക് നിറച്ച് നെയ്യ്, അതായത് 2 സ്പൂൺ നിറച്ച് നെയ്യ് ഒഴിച്ചു. എന്നിട്ട് പറഞ്ഞു കറി ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കാൻ പറഞ്ഞിട്ട് നല്ല നെയ്യിൻ്റെ വാസന വരുന്നുണ്ട്. ഇങ്ങനെയുണ്ടെന്ന് നോക്കാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. ഉദയ്പൂരിൽ മെയിനായിട്ട് ഹോളി ആഘോഷിക്കുന്നത് ഓൾഡ് സിറ്റിയിലെ ഗാംഗൂർ ഘാട്ടിലാണ്. പ്രിയങ്കയുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 15 മിനിറ്റ് ദൂരെയാണ് ഘാട്ട്. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഓട്ടോ വന്നു. വഴിയിലാണെങ്കിൽ എല്ലാവരും തന്നെ ആകെ കളറിൽ കുളിച്ച് നിൽക്കുകയാണ്.
അതിൻ്റെ മേലെ ചില ആഘോഷങ്ങൾ കൈവിട്ട് പോണുമുണ്ട്. വഴിയുടെ സൈഡിൽ നിന്നിട്ട് പിള്ളേര് ബൈക്കിൽ വരുന്നവരുടെ നേരെ വാട്ടർ ബലൂൺ എറിയായിരുന്നു. പക്ഷേ അതൊരു ചെറിയ ആക്സിഡന്റിലാണ് അവസാനിച്ചത്. ഓൾഡ് സിറ്റി എത്തുന്നതിന് മുമ്പ് തന്നെ നല്ല തിരക്കായി തുടങ്ങി. റിലേറ്റീവ്സിന്റെയും മറ്റും വീടുകളിൽ ഹോളി ആഘോഷിച്ച് തിരിച്ചു വരുന്നവരും ഗാംഗൂറിലേക്കും മറ്റിടങ്ങളിലേക്കും ഹോളി ആഘോഷിക്കാൻ പോകുന്നവരും ഒക്കെ ആയിട്ട് ആകെ തിരക്കോട് തിരക്കായതിനാൽ ഓട്ടോ ചേട്ടൻ ഞങ്ങളെ വഴിയിൽ ഇറക്കി വിട്ടു. ഘാട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ബക്കറ്റിൽ വെള്ളവും പല കളർ പൊടികളും ഒക്കെ ആയിട്ട് സ്ട്രീറ്റ് നല്ല ആക്റ്റീവായിരുന്നു. പക്ഷേ ബലൂണിലല്ലാതെ എന്തോ പ്ലാസ്റ്റിക് കവറിൽ വെള്ളം നിറച്ചെറിഞ്ഞത് എൻ്റെ കണ്ണിൽ കൊണ്ടിട്ട് ചെറിയൊരു സീനായിരുന്നു. ഹോളി സ്പിരിറ്റും അല്ലാത്ത സ്പിരിറ്റും ഒക്കെ ആയിട്ട് ആൾക്കാർ മൊത്തത്തിൽ ഹൈ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ആഘോഷങ്ങൾക്ക് പോകുമ്പോൾ ഒന്ന് കരുതിയിരിക്കണം. പുഷ്കർ ഹോളി കഴിഞ്ഞാൽ പിന്നെ രാജസ്ഥാനിൽ പ്രീ പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ആയിട്ട് നടത്തുന്ന ഒരു ഹോളി എന്ന് പറയുന്നത് ഉദയ്പൂരിലെ ഗാംഗൂർ ഘാട്ടിലാണ്. ഘാട്ടിന് മുന്നിൽ സ്റ്റേജൊക്കെ കെട്ടി സൗണ്ട് സിസ്റ്റം ഒക്കെ അറേഞ്ച് ചെയ്ത് DJ ഒക്കെ ആയിട്ട് ഒരു അടിപൊളി ഇവന്റ്. ഘാട്ടിലേക്കുള്ള ഗലികളിലൂടെയുള്ള ഈ തേരാപ്പാരയുള്ള നടത്തം തന്നെയാണ് ഇതിൻ്റെ ഒരു വൈബ്. ഗാംഗ്വർ ഘാട്ടിലെ തിരക്കിന്നും ബഹളത്തിന്നും ഒന്ന് മാറി ആംബ്രേ ഘാട്ടിലേക്ക് പോകാമെന്ന് പ്രിയങ്ക പറഞ്ഞപ്പം അവിടെയും ഇത്രയും തന്നെ തിരക്കാണെന്ന് ഞങ്ങൾ തീരെ കരുതിയില്ല. ഗാംഗ്വറും ആംബ്രയും കൂടാതെ ലാൽ ഘാട്ട്, പിപ്ലി ഘാട്ട് തുടങ്ങിയ വേറെയും ഒരുപാട് ഘട്ടുകളുണ്ട് ഉദയ്പൂര്. വെറുതെയാണോ സിറ്റി ഓഫ് ലേക്സ് എന്നറിയപ്പെടുന്നത്? ചാന്ദ്പൂൾ ബ്രിഡ്ജ് കടന്ന് ആംബ്രേ ഘാട്ട് ലക്ഷ്യമാക്കിയിട്ട് ഞങ്ങൾ വെച്ചുപിടിച്ചു. പോകുന്ന വഴിയിലെല്ലാം തന്നെ ഒരുപാട് റൂഫ് ടോപ്പ് കഫേസ് ഉണ്ടെങ്കിലും ഹോളി ആയതുകൊണ്ട് തന്നെ എല്ലാം അടച്ചിട്ടിരിക്കുകയായിരുന്നു. ആംബ്രേ ഘാട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഗോസ്റ്റ് സ്റ്റോപ്പ്, സ്മാർട്ട് പാക്കേഴ്സ് പോലുള്ള പ്രീമിയം ഹോസ്റ്റൽസ്. ആംബ്രേ ക്ലോസ്ഡ് ആണെന്ന് അറിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഇല്ലുമിനാറ്റി പാട്ട് വെച്ച് ഡാൻസ് കളിക്കുന്ന കുറേ പേര് കണ്ടത്. ഹോളി ആയതുകൊണ്ട് തന്നെ ധാരാളം മലയാളികൾ എത്തിയിട്ടുണ്ട് ഇവിടെ. രാവിലെ എഴുന്നേറ്റ് ഇത്ര നേരമായിട്ട് ഒരു ചായ കുടിക്കാത്തതും വെയിലിന്റെ ചൂടും ഒക്കെ കൂടായപ്പോൾ തലവേദന പതുക്കെ തലപൊക്കിയതുകൊണ്ട് ഞങ്ങൾ അടുത്ത് കണ്ട ഒരു കഫേയിൽ കയറി ചായ ഓർഡർ ചെയ്തു. മേല് മൊത്തം കളറായോണ്ട് ഓട്ടോയിൽ പോലും കയറ്റാത്ത ആളുകളുടെയും കളറാവുന്ന പേടിച്ച് ഷോപ്പ് ഓപ്പൺ ആക്കാത്തവരുടെ ഇടയിൽ ഇവര് വളരെ ഡിഫറെന്റ് ആയിട്ട് തോന്നി. കഫേയുടെ അകത്തും ഹോളി ആഘോഷിച്ചതിന്റെ ആകെ നിറങ്ങൾ. സ്റ്റേ ചെയ്യാനായിട്ട് ഞങ്ങൾ മദൻ മോഹൻ വില്ലാസ് എന്നൊരു ഹെറിറ്റേജ് ഹവേലി ബുക്ക് ചെയ്തിരുന്നു. ചെക്ക് ഇൻ ടൈം ആയതുകൊണ്ട് കഫേന്ന് നേരെ അങ്ങോട്ട് പോയി ഒന്ന് നോക്കി കണ്ടുവരാമെന്ന് കരുതി ഇറങ്ങി. രാവിലെ അവിടുത്തെ ഗസ്റ്റിന് വേണ്ടി ഒരു ഹോളി പാർട്ടി ഉണ്ടായിരുന്നതുകൊണ്ടും ഞങ്ങൾ ബുക്ക് ചെയ്ത റൂമിലെ ഗസ്റ്റ് വെക്കേറ്റ് ചെയ്യാത്തതുകൊണ്ടും റൂം റെഡിയാകാൻ കുറച്ചുകൂടെ ടൈം എടുക്കുമെന്ന് പറഞ്ഞു. Before these doors, we had these kiyaris, these little doors. Like during the daytime, we keep the doors open, but we keep it closed. So we can see like who is coming, but the person is, even the stray dogs, they won't be able to come inside directly. So it's kind of a daytime gate. ഉച്ചയായിട്ടും വെയിലിന്റെ ചൂട് കൂടി വന്നിട്ടും ആൾക്കാരൊക്കെ ഇപ്പോഴും ആഘോഷത്തിമിർപ്പിലാണ്. പ്രിയങ്കയുടെ വീട്ടിൽ പോയി ഫ്രഷ് ആയിട്ട് വൈകിട്ട് വരാമെന്നും പറഞ്ഞ് മദൻ മോഹൻ വിലാസ് നിന്ന് ഞങ്ങൾ ഇറങ്ങി. ഇങ്ങോട്ട് വരാൻ ഓട്ടോയ്ക്ക് കുറച്ചധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നെങ്കിലും തിരികെ പോകാൻ നേരം പെട്ടെന്ന് തന്നെ ഒരു ഓട്ടോ ഉണ്ട്, അതിൽ കയറി. വീട്ടിലെത്തി ഒന്ന് കുളിച്ചപ്പോൾ ആകെ ഒരു ഫ്രഷ്നെസ്. ഞങ്ങളുടെ ഇഷ്ടത്തിന് ഒരു കേരള സ്റ്റൈൽ ചായ തന്നെ ആയിക്കോട്ടെ എന്ന് അമ്മ പറഞ്ഞപ്പോൾ അടുക്കള ഭരണം വിഷ്ണു ഏറ്റെടുത്തു. ഞാനും അമ്മയും കൂടെ കൊച്ചു വർത്താനം ഒക്കെ പറഞ്ഞ് ഇന്നെടുത്ത ഫോട്ടോസ് ഒക്കെ കാണിച്ചു കൊടുത്തപ്പോഴേക്കും വിഷ്ണു ചൂട് ചായയും കൊണ്ടെത്തി. दो बराडोस टेस्टी പ്രിയങ്കയുടെ അമ്മയ്ക്കാണെങ്കിൽ സാമ്പാറും ഇഡ്ഡലിയും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ സാമ്പാർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയില്ല. അപ്പം എൻ്റെ അടുത്ത് വിളിച്ചപ്പോൾ എനിക്കും സാമ്പാർ ഞാൻ പൊടിയില്ലാണ്ട് ഉണ്ടാക്കിയിട്ടില്ല, അല്ലാണ്ട് ഉണ്ടാക്കാൻ അറിയാൻ മാത്രം.
അപ്പം ഞങ്ങൾ ഓർത്ത് എന്നാൽ ഇഡ്ഡലി ബാറ്റർ വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കാം. അപ്പം ഞാൻ സാമ്പാർ ഉണ്ടാക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ വിഷ്ണു ഇഡ്ഡലി ഉണ്ടാക്കും. അപ്പം അമ്മ മറ്റേ അടുത്ത് നിന്ന് എന്തൊക്കെ ചെയ്യുന്നു പഠിക്കാൻ വേണ്ടി നിൽക്കണേ, ഒരു സ്റ്റെപ്പ് പോലും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെ അവർക്ക് ഫ്രിഡ്ജില്ല, അപ്പം അതുകൊണ്ട് സാധനങ്ങളൊക്കെ അപ്പം ഫ്രഷ് ആയിട്ട് വാങ്ങിക്കും. അപ്പം അതുകൊണ്ട് അങ്ങനെ ഇപ്പം സാമ്പാർ പരിപ്പുണ്ടായിരുന്നില്ല, അങ്ങനെ ഇത് വെക്കാത്തതുകൊണ്ട്. പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക ഇല്ലായിരുന്നു, ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു, എന്നാലും കുറച്ച് കുറവായിരുന്നു. അപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടി വന്നു. ബാക്കിയെല്ലാം ഉണ്ട്. ഇഡ്ഡലിയും സാമ്പാറും സുലൈമാനിയൊക്കെ കഴിച്ച് ഒരു 7:30 ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അന്ന് ആദ്യമായിട്ടാണ് ആ അമ്മയെ കാണുന്നതെങ്കിലും അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ എന്തോ വല്ലാണ്ട് സങ്കടം വന്നു. അവധിക്ക് റിലേറ്റീവ്സിന്റെ വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോഴുള്ള അതേ വിഷമം. മെയിൻ സിറ്റിയിൽ നിന്ന് ചെറിയ ഗലികളിലേക്കുള്ള റോഡുകളെല്ലാം ബ്ലോക്ക് ചെയ്തിരുന്നുകൊണ്ട് ഹവേലിയിലേക്ക് എത്താൻ ഞങ്ങൾക്ക് കുറച്ച് നടക്കേണ്ടി വന്നു. രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്ത് റൂമിൽ കയറിയിട്ട് പോലും ഞങ്ങളുടെ 2 ആളുടെ ഉള്ളിൽ ഇന്നത്തെ ആ ദിവസവും അമ്മയും വീടും പ്രിയങ്കയും തന്നെയായിരുന്നു. Pretend like there is no camera. Arey yaar, how is it possible? The tea has been spilled all over. Happy Holi. Even the cup has played Holi. And there's a fish, Pisces.